നവരാത്രി ആഘോഷത്തിന്റെ മനോഹരമായ കാഴ്ചയിലേക്ക് പോവുകയാണ്. ചോറ്റാനിക്കരയിലേക്കാണ് നമ്മൾ പോകുന്നത്. അല്പസമയത്തിനകം അവിടെ പവിഴമല്ലിത്തറ മേളം തുടങ്ങും ജയറാമിന്റെ നേതൃത്വത്തിൽ. അതൊരു മനോഹരമായ കാഴ്ച തന്നെയാണ്. 12ാമത്തെ വർഷമാണ് ജയറാം ചോറ്റാനിക്കരയിൽ മേളത്തിനെത്തുന്നത്. അമൽനാഥ് കൊച്ചിയിൽ നിന്ന്, ചോറ്റാനിക്കരയിൽ നിന്ന് ആ മേളത്തിന്റെ വിശേഷങ്ങളും നവരാത്രി കാഴ്ചകളുമായി എന്നോടൊപ്പം ചേരുകയാണ്. നോക്കാം സമഗ്രമായ വിവരങ്ങൾ. അമൽ, ഗുഡ് മോർണിംഗ്. എന്താണ് ഇപ്പോൾ ചോറ്റാനിക്കരയിൽ നിന്ന് പറയാൻ പറ്റുന്നത്? ഇതാ ജയറാം എത്തുന്നതിന്റെ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. പവിഴമല്ലിത്തറ മേളത്തിന് വേണ്ടിയിട്ട് അതിന് നേതൃത്വം വഹിക്കുന്നതിനായി ജയറാം അങ്ങോട്ടേക്ക് വരുന്ന അവിടെ ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ നിൽക്കുന്ന ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കാണുകയാണ്. പവിഴമല്ലിത്തറ മേളം നമ്മുടെ തൃശ്ശൂർ പൂരത്തിന്റെ ഇലഞ്ഞിത്തറ പോലെ ചോറ്റാനിക്കരയുടെ ഒരു സവിശേഷതയാണ്. അത് മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. ആ മേളത്തിന് നേതൃത്വം വഹിക്കുന്നതിനാണ് ജയറാം എത്തുന്നത്. 12ാമത്തെ തവണയാണ് ജയറാം ആ മേളക്കാഴ്ചകൾക്ക് നേതൃത്വം വഹിക്കുന്നത് എന്നതാണ് അതിൻ്റെ ഒരു സവിശേഷകരമായ കാര്യം. നമുക്കറിയാം ജയറാമിന്റെ ആനപ്രേമം, മേളക്കമ്പം, ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അതൊരു മനോഹരമായ കാഴ്ച തന്നെയാണ് ഉത്സവ ആരാധകർക്ക്, മേളത്തെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ. അപ്പോൾ ആ രീതിയിൽ തന്നെ അവിടുത്തെ നവരാത്രി ആഘോഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഒരുപക്ഷെ അദ്ദേഹം ചിലപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചേക്കാം. അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുൻപിൽ ഇങ്ങനെ ദൃശ്യങ്ങളുമായി നടക്കുന്നത്. നമുക്കേറെ പ്രിയപ്പെട്ട സിനിമാ താരമാണ്, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടന്മാരിൽ ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ജയറാം വരുമ്പോൾ ഒരു ഭംഗിയുണ്ട് അതിന്. അപ്പോൾ അതുതന്നെയാണ് ഇന്നത്തെ ചോറ്റാനിക്കരയുടെ പവിഴമല്ലിത്തറ മേളത്തെ ഇന്ന് വേറിട്ട് നിർത്തുന്നത്. കഴിഞ്ഞ 12 കൊല്ലമായി അതിന് നേതൃത്വം നൽകുന്നത് ജയറാമാണ്. അമൽ, ജയറാം എത്തിയിരിക്കുന്നു. എല്ലാവരും പവിഴമല്ലിത്തറ മേളത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. നവരാത്രി ആഘോഷങ്ങളുടെ ഒരു ആവേശത്തിലാണ്, ആരവത്തിലാണ് എല്ലായിടം. മനു, തീർച്ചയായും നവരാത്രി ആഘോഷത്തിൻ്റെ ഭാഗമായുള്ള ഒരുക്കങ്ങൾ ഒക്കെ തന്നെയും ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വലിയ ഭക്തജനങ്ങളുടെ ഒരു തിരക്ക് നമുക്ക് ഈ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ ചുറ്റും ഇത്തരത്തിൽ പ്രാർത്ഥനയ്ക്കും മറ്റുമായി ഇവിടെ ഭക്തജനങ്ങൾ ക്യൂ പാലിച്ചു നിൽക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. രാവിലെ മുതൽ അല്ലെങ്കിൽ പുലർച്ചെ മുതൽ തന്നെ ഇത്തരത്തിൽ ഈ ക്ഷേത്ര പരിസരത്ത് വലിയ ഈ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ ജയറാം എത്തിയിട്ടുണ്ട്. ജയറാമിൻ്റെ പവിഴമല്ലിത്തറ കൊട്ട്, വളരെ പ്രശസ്തമായ പവിഴമല്ലിത്തറ കൊട്ട്, അതിൻ്റെ ഭാഗമായാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഒരു 9 മണിയോടുകൂടി തന്നെ ഈ മേളം ആരംഭിക്കും എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. 151 വാദ്യകലാകാരന്മാരുടെ ഒക്കെ അകമ്പടിയോടുകൂടിയാണ് ഈ പവിഴമല്ലിത്തറ കൊട്ട് നടക്കുക. അതിൽ മേളപ്രമാണിയായി ചലച്ചിത്ര താരം ജയറാം തന്നെയാകും. അദ്ദേഹത്തിന് ഈ ചെണ്ടയോട് ഉള്ള ആ ഒരു താല്പര്യമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. തുടർച്ചയായ 12ാം തവണയാണ് അദ്ദേഹം ഇത്തരത്തിൽ ഈ ഒരു പവിഴമല്ലിത്തറ കൊട്ടിൻ്റെ ഭാഗമായി ഇവിടേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ മറ്റ് 151 കലാകാരന്മാരും വാദ്യകലാകാരന്മാരും അതിൻ്റെ കൂടെ ഉണ്ടാകും. 9 മണിയോടുകൂടിയാകും ഇത് ആരംഭിക്കുക. കഴിഞ്ഞ ദിവസത്തോടു കൂടി തന്നെ ഈ നവരാത്രി ആഘോഷത്തിൻ്റെ ഭാഗമായി ഇത്തരത്തിൽ പൂജകളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെയോടുകൂടി ഈ അമ്പലത്തിൽ പ്രാർത്ഥനയ്ക്കായി നിലവിൽ ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മണിക്കൂർ കഴിയുന്തോറും ഈ ക്ഷേത്ര പരിസരത്തിലേക്ക് ജനങ്ങളുടെ ഒരു തിരക്ക് വർദ്ധിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. രാവിലെ നമ്മൾ എത്തി ഏകദേശം ഒരു 8 മണിയോടുകൂടി നോക്കുകയാണെങ്കിൽ തന്നെ വലിയ ഭക്തജന തിരക്കായിരുന്നു. ഇനി അങ്ങോട്ട് പോകുന്തോറും ആ ഭക്തജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കും. അത്തരത്തിൽ വലിയ ഒരു തിരക്ക് നമുക്കിവിടെ അനുഭവപ്പെടുന്നുണ്ട്. നിലവിൽ അല്പസമയത്തിനകം എല്ലാവരും കാത്തിരിക്കുന്ന പവിഴമല്ലിത്തറ കൊട്ട് ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഒരു പവിഴമല്ലിത്തറ കൊട്ടാണ് ഏറ്റവും പ്രശസ്തമായ ഒന്ന്. കഴിഞ്ഞ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പവിഴമല്ലിത്തറ കൊട്ടിൻ്റെ ഭാഗമായി നിരവധി പേർ ഇവിടേക്ക് അത് കാണുവാൻ വേണ്ടി എത്തിച്ചേരുന്നുണ്ട്. അതിൻ്റെ മേളപ്രമാണി ചലച്ചിത്രകാരൻ ജയറാമാണ് എന്നതാണ് ഏറെ ശ്രദ്ധേയമായൊരു കാര്യം. മനു, ഓക്കെ, താങ്ക് യു അമൽ. ജയറാമിന്റെ പവിഴമല്ലിത്തറ മേളം തുടങ്ങുന്ന സമയത്ത് നമുക്ക് തിരികെ വരാം അമലിലേക്ക്. ഏതായാലും മനോഹരമായ കാഴ്ചകൾ രാവിലെ അവിടെ നിന്ന് പങ്കുവച്ചതിൽ സന്തോഷം. ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. വലിയ തോതിൽ ഭക്തർ ക്ഷേത്ര ദർശനത്തിനായി വന്നിരിക്കുന്നു. പവിഴമല്ലിത്തറ മേളം കേൾക്കാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പുണ്ട് അവിടെ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പൂരത്തിന് ഇലഞ്ഞിത്തറ മേളം എങ്ങനെയാണോ അതുപോലെയാണ് നവരാത്രിയിൽ ഇവിടെ പവിഴമല്ലിത്തറ മേളവും. അതൊരു രസകരമായ കാഴ്ച തന്നെയായിരിക്കും. നമുക്കതിലേക്ക് വരാം. 152 കലാകാരന്മാരുടെ നേതൃത്വത്തിലാണ് ആ മേളം നടക്കുക. അതിന് മേളപ്രമാണിയായി നമ്മുടെ പ്രിയപ്പെട്ട ചലച്ചിത്ര താരം ജയറാം നിൽക്കുകയും ചെയ്യും.